എല്ലാ ദിവസവും നമ്മളൊന്നും മരണത്തെപ്പറ്റി ഓർക്കണം. ഓർക്കാനുള്ള എത്ര സംവിധാനങ്ങളാ അല്ലാഹു ഒരുക്കി തന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടല്ലേ അതാ ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് മരണവും പരലോകവും ഓർക്കാതെ നമുക്ക് ഉറങ്ങാൻ കഴിയുമോ? രാവിലെ ഉണരുമ്പോ അത് ഓർക്കാതെ ഉണരാൻ കഴിയുമോ? ഈമാനുള്ള മനുഷ്യനാണെങ്കിൽ, പറയുന്നത് പ്രവർത്തിക്കുന്ന മനുഷ്യനാണെങ്കിൽ, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യനാണെങ്കിൽ അവൻ ഉറങ്ങാൻ പോകുന്ന ഒരുക്കപ്പാട് പോലും എത്രയോ ചിന്തിക്കാനുള്ള കാര്യങ്ങൾ ഉള്ളടങ്ങിയിട്ടുള്ളതല്ലേ. ഉറങ്ങാൻ പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? നീ ഒരു മരിക്കാൻ പോകുന്നത് പോലെയുള്ള ഒരു പോക്ക്. മരണത്തിന് ജനാസ കൊണ്ടുപോകുമ്പോ നിന്നെ ശുദ്ധിയാക്കിയിട്ടാ കൊണ്ടുപോകുന്നത്. ഇതേപോലെ നീ ഉറങ്ങാൻ പോകുമ്പോ സമ്പൂർണമായിട്ട് വുളുവെടുത്തിട്ട് പോണം ഉറങ്ങാൻ. സമ്പൂർണമായി വുളുവെടുത്തിട്ടാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അങ്ങനെ കിടന്ന് അതാ വലത്തെ കവിളിയെ വലത് കൈയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വലതു ഭാഗം ചെരിഞ്ഞു കിടക്കുമ്പോ നമ്മൾ പറയുന്നു, ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യാ. അല്ലാഹുവേ, നിന്റെ നാമത്തിലാണ് ഞാൻ ജനിക്കുന്നതും മരിക്കുന്നതും. ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കഴിവ് കൊണ്ടാണ്, നിന്റെ നാമത്തിലാണ്. ഞാൻ മരിക്കുന്നതും നീ മുഖേനയാണ്, നീ തീരുമാനിക്കുമ്പോഴാണ്. കണ്ടോ, മരണത്തെ ഓർക്കാതെ കിടക്കാൻ കഴിയുന്നുണ്ടോ? ഇനി നിങ്ങൾ നോക്കൂ, മരണം, ഈ ഉറക്ക് എന്ന് പറയുന്നത് തന്നെ ഒരു ചെറിയ മരണമെന്നല്ലേ ഖുർആൻ പറയുന്നത്. നമ്മുടെ ആത്മാവിനെ അല്ലാഹു ഉറങ്ങുന്ന സമയത്തും പിടിച്ചെടുക്കുന്നുണ്ട്, മരിക്കുന്ന നേരത്തും പിടിച്ചെടുക്കുന്നുണ്ട്. രണ്ട് നേരത്ത് നമ്മുടെ ആത്മാവിനെ അല്ലാഹു പിടിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ മരണം വിധിച്ചാൽ പിന്നെ ആത്മാവ് തിരിച്ചു തരില്ല. മരണം തീരുമാനിച്ചിട്ടില്ലാത്ത മനുഷ്യനാണെങ്കിൽ ആത്മാവ് തിരിച്ചു തരും. അപ്പോഴാണ് നമ്മൾ വീണ്ടും ഉണരുന്നത്. ഇത് വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയുംസികു അല്ലതീ ഖദാ അലൈഹൽ മൗതു വയുർസിലൽ ഉഖ്റാ. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. എന്താ പഠിപ്പിക്കുന്നത്? അല്ലാഹു ആത്മാവുകളെ പിടിച്ചെടുക്കുന്നു ഹീന മൗതിഹാ, മരിക്കുന്ന നേരത്ത്. മരണനേരത്ത് എന്റെയും നിങ്ങളുടെയും ഒക്കെ റൂഹ് അല്ലാഹു പിടിച്ചെടുക്കുന്നു, സംശയമില്ല. അതേ അവസരത്തിൽ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ, ഉറക്കത്തിന്റെ അവസരത്തിലും അല്ലാഹു റൂഹ് പിടിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉറങ്ങുമ്പോ അല്ലാഹു റൂഹ് പിടിക്കുന്നുണ്ട്. ആ റൂഹിനെ പിന്നെ അല്ലാഹു മരണം വിധിച്ചവരാണെങ്കിൽ അവിടെ തന്നെ പിടിച്ചു വെക്കുന്നു. അതേ അവസരത്തിൽ മരിക്കാൻ സമയമായിട്ടില്ലെങ്കിൽ വയുർസിലുൽ ഉഖ്റാ, മറ്റേ ആളുകൾക്ക് അല്ലാഹു അതങ്ങ് തിരിച്ചു തരുന്നു. അപ്പോഴാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. അതുകൊണ്ടാ എത്രയോ ആളുകളില്ലേ കുടുംബത്തോടൊന്നിച്ചിരുന്ന്, കൂട്ടുകാരോടൊന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോയതാണ്, ഉറങ്ങാൻ കിടന്നതാണ്. സമയത്ത് ഉണരുന്നില്ലെന്ന് കണ്ടപ്പോ പോയി മുട്ടി വിളിച്ചു നോക്കുമ്പോ, പോയി കുലുക്കി വിളിച്ചപ്പോ കിടക്കുന്ന ബെഡടക്കം കുലുങ്ങിയതല്ലാതെ ഉണർന്നെഴുന്നേറ്റിട്ടില്ലാത്ത എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയില്ലേ. അപ്പൊ മരണം ഉറക്കങ്ങനെയാണ്. ആ ചിന്ത എനിക്കും നിങ്ങൾക്കും വരാറുണ്ടോ? ഉറങ്ങാൻ കിടക്കുമ്പോ അത് വരണമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അതിനനുയോജ്യമായ ദുആയല്ലേ ആ സമയത്ത് നബി തിരുമേനി പഠിപ്പിച്ചു തന്നതും. ഉറങ്ങാൻ കിടക്കുമ്പോ നമ്മൾ പറയുന്നു, ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഫഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്സാലിഹീൻ. ഞാനും നിങ്ങളുമൊക്കെ പറയാറുണ്ടോ? ചിന്തിച്ചു നോക്കണം. നമ്മൾ പറയാറുണ്ടോ? പറയാറില്ലെങ്കിൽ എന്തുകൊണ്ട്? എനിക്കറിയില്ല എന്നല്ലേ മറുപടി. എന്തെല്ലാം വേണ്ടാത്തത് നമ്മൾ പഠിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത പലതും നമ്മുടെ തലയിലുണ്ട്. വേണ്ടാത്ത പലതിലും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പലതും നമ്മൾ മനഃപ്പാഠമാക്കുന്നുണ്ട്. പക്ഷേ വേണ്ടതൊന്നും പഠിച്ചിട്ടില്ല. ഉറങ്ങാൻ കിടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ, നീ വലതുഭാഗത്ത് ചെരിഞ്ഞു കിടന്നിട്ട് പറയണം, ബിസ്മിക റബ്ബി വദഅതു ജംബി. അല്ലാഹുവേ, എന്റെ രക്ഷിതാവായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ ശരീരത്തെ ഇതാ വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ ബെഡിൽ നിന്ന് ഞാൻ അതിനെ ഉയർത്തുക എങ്ങനെയാണ്? എന്റെ നാഥന്റെ തൗഫീഖ് കിട്ടിയെങ്കിലാണ്. വബിക അർഫഉഹു, അല്ലാഹ് നിന്റെ തൗഫീഖ് കിട്ടിയെങ്കിലേ ഇനി കിടന്നേടത്തുനിന്ന് ഞാനങ്ങ് ഉയരുകയുള്ളൂ.
ഇനി എന്താ നമ്മൾ അള്ളാഹിനോട് പറയുന്നത്? എന്റെ ആത്മാവിനെ എങ്ങാനും ഈ ഉറക്കത്തിൽ നീ അവിടെ തന്നെ പിടിച്ചു വെക്കുകയാണെങ്കിൽ ഫർഹംഹാ, നീ അതിനോട് കരുണ ചെയ്യണേ അല്ലാ. ഇനി അതല്ല, ഈ ഉറക്കത്തിൽ നിന്ന് എനിക്ക് ഉണരാൻ ഇനിയും നീ തൗഫീക്ക് തന്നിട്ട് ആത്മാവിനെ നീ എന്നിലേക്ക് തന്നെ അയച്ചു വിടുന്നുണ്ടെങ്കിൽ ഫഇന്നർസൽതഹാ, നീ അതിനെ തിരിച്ചയച്ചു തരുന്നുണ്ടെങ്കിൽ ഫഹ്ഫൽഹാ, നീ അതിനെ കാത്തുകൊള്ളണേ. ഏതുപോലെ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ, നിന്റെ സ്വാലിഹീങ്ങളെ നീ എങ്ങനെ കാത്തു രക്ഷിക്കുന്നുവോ അതുപോലെ എന്നെയും നീ കാക്കണേ, എന്നെയും നീ സംരക്ഷിക്കണേ എന്നും പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ മരിക്കേണ്ട എല്ലാ ഒരുക്കമായി, മരണത്തിലേക്ക് വേണ്ട എല്ലാ ഒരുക്കവും. ഇനി അതാ രാവിലെ എഴുന്നേൽക്കുമ്പോ നമ്മൾ എന്താ പറയുന്നത്? ഇതേ ചിന്ത വരുന്നു. എന്താണ് രാവിലെ ബെഡിൽ നിന്നാണ്ട് ഉയരുമ്പോ പറയുന്നത്? അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. എന്താ അവിടെ ഒരു പ്രത്യേക സ്തുതി പറഞ്ഞത്? എന്തേ ഇപ്പൊ അള്ളാഹ്ക്ക് സ്തുതി പറഞ്ഞത്? അല്ലദീ അഹ്യാനാ, നോക്കൂ നിങ്ങൾ, എങ്ങനത്തെ അള്ളയാണ്? ഞങ്ങളെ അവൻ ജീവിപ്പിച്ചല്ലോ. ബഅദമാ അമാതനാ, ഞങ്ങളെ മരിപ്പിച്ചതിന്റെ ശേഷം. ഏതാണ് ഈ മരണം? ഉറക്ക്. ഞങ്ങളെ ഒരു ചെറിയ നിലക്കുള്ള ഒരു മരിപ്പിച്ചതിന്റെ ശേഷം വീണ്ടും ഞങ്ങൾക്ക് ജീവിക്കാൻ അവസരം നൽകിയത് അള്ളയാണല്ലോ. അതല്ലേ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത്? അല്ലാ, ഇനി നിന്റെ തൗഫീഖ് ഉണ്ടെങ്കിലാണ് ഞാൻ ഈ ബെഡിൽ നിന്ന് ഉയരുക, ഈ ബോഡിയെ ഞാൻ ഉയർത്തുക, ഇനി നിന്റെ തൗഫീഖ് ഉണ്ടെങ്കിലാണ് എന്ന് തലേന്ന് രാത്രി ഉറങ്ങുന്നതിന്റെ അവസാനം പറഞ്ഞല്ലോ. അതേ നന്ദി പ്രകടനം രാവിലെ പറയാണ്. ഈ ഉറക്കത്തിൽ നിന്ന് അഥവാ ഞങ്ങളെ ഒരു നിലക്കും മരിപ്പിച്ച് കിടത്തിയതിന്റെ ശേഷം, ഞങ്ങളെ മരിപ്പിച്ചതിന്റെ ശേഷം ഞങ്ങൾക്ക് ഹയാത്തിട്ട് തന്ന അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. വഇലൈഹിൻ നുശൂർ, അവന്റെ അടുക്കലേക്കാണല്ലോ മടങ്ങി ചെല്ലേണ്ടത്. ഇതും പറഞ്ഞ രാവിലെ എഴുന്നേൽക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോഴും മരണചിന്ത, പരലോക ചിന്ത. ഉറങ്ങാൻ കിടക്കുമ്പോഴും മരണചിന്ത, പരലോക ചിന്ത. ഇതിന്റെ ഇടക്കുള്ള ജീവിതത്തിൽ മനുഷ്യൻ ഒരുപാട് തിരക്കുകൾ ഉള്ളത് കൊണ്ട്, മരണചിന്ത വരാൻ പലപ്പോഴും പ്രയാസമുണ്ടാകുന്നത് കൊണ്ട്